ചിലപ്പോ ഇതൊക്കെ നിന്റെ തോന്നലാണെങ്കിലോ? നീ ഇപ്പൊ ചെയ്യുന്നൊരു ജോലിയാ. മാന്യമായി എടുക്കുന്ന ഏത് ജോലിയോടും ബഹുമാനം കാണിക്കുന്നോളാ ശാലിനി. അവൾക്കൊരിക്കലും അതൊന്നും തള്ളിപ്പറയാനാവത്തില്ല. കാരണമേ ഇതുപോലത്തെ സാരത്തിൽ കൂടെ വന്നോളാ അവള്. അതെ, അതൊക്കെ പണ്ട് കളക്ടർ ആവുന്നതിന് മുൻപ്. കളക്ടറായി കഴിഞ്ഞും കുറെ നാൾ അത് അവള് കൊണ്ടു നടന്നു. ചായക്കട പണി എടുത്തിട്ടുണ്ട്, പട്ടിണി കിടന്നിട്ടുണ്ട്, മണ്ണെണ്ണ വിളക്കിന്റെ വെട്ടത്തിരുന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ കയറി കൂടാനുള്ള എല്ലാ തന്ത്രങ്ങളും കുറെ നാൾ കൊണ്ട് നടന്നതുവാ. പക്ഷേ ഇപ്പൊ അതൊക്കെ അവള് മറന്നു. AC കാറിൽ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയപ്പോ അവൾ എന്തൊക്കെയോ ആയെന്ന ഭാവം. എനിക്ക് ഉറപ്പുണ്ട് രാഘവേട്ട, എന്നെ മനഃപൂർവ്വം അങ്ങോട്ട് വിളിച്ചു വരുത്തി അപമാനിക്കായിരുന്നു അവള്. അച്ഛാ, ഓ എത്തിയോ? രണ്ടുപേരും എന്തോ കാര്യമായിട്ടുള്ള ചർച്ചയെല്ലാം തോന്നല്ലോ. എന്റെ ഭാര്യ കച്ചവടത്തിന് പോകുന്നതിനെ നിന്റെ ഭാര്യക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? എടാ, എന്തെങ്കിലും വിരോധം ഉണ്ടോന്നാ ചോദിച്ചത്. ഇല്ലല്ലോ. പിന്നെന്തിനാ ഭാമയെ മനപ്പുറം അവിടേക്ക് വിളിച്ചു വരുത്തിയിട്ടേ അപമാനിച്ചത്? എന്റെ അച്ഛായിൽ ശാലിനി നിരപരാധിയാ. ആ ADM വെച്ച ചതിയിൽ അമ്മ പെട്ടുപോയതാ. ഓ, അത് പിന്നെ ഭാര്യ രക്ഷിക്കാൻ വേണ്ടി അവൻ അങ്ങനെയല്ലേ പറയുള്ളൂ. എത്രയൊക്കെ നമ്മൾ ഉപദ്രവിച്ചാലും അവൻ എപ്പോഴും അവന്റെ ഭാര്യയുടെ ഒപ്പം തന്നെയാ നിൽക്കാൻ പോകുന്നത്. അമ്മേ 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 അമ്മേനെ ആ ബേക്കറിൽ വെച്ചാണ്ട് ADMന്റെ ഡ്രൈവറാണെന്ന് മനസ്സിലായോ? അവനെ നമുക്കിപ്പോഴും പലിശയ്ക്ക് പണം എടുത്തേണ്ട കാശ് തരാണ്ട്. അവനും അവന്റെ ADMും കൂടിയിട്ട് എന്നീ ശാലിനെ അപമാനിക്കാൻ വേണ്ടിട്ട് ഒരു നാടകമായിരുന്നു അവിടെ നടന്നത്. ആ ഡ്രൈവറെ പണി കളിപ്പിച്ചാണ് ഞാനിപ്പോ വരുന്നത്. അവനെ അവിടുന്ന് തന്നെ എടുത്തു മാറ്റി. പിന്നെ ഒരുത്തിലൂടെ ഉണ്ട് അവന്റെ ആ ADM. അമ്മയെ അപമാനിച്ച അവനിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അവന് അധികം താമസിയാതെ ഞാൻ കൊടുക്കും. അവനെ അപമാനിച്ചിരിക്കുന്ന എന്റെ അമ്മയെ, അതിനുള്ള പണി അവൻ വാങ്ങിച്ചു വെക്കൂ. പിന്നെ അമ്മ എല്ലാരും അപമാനിക്കുന്നുണ്ടപ്പോ ശാലിനി ഒന്ന് പതറിപ്പോയി എന്നുള്ളത് ശരി തന്നെയാ. പക്ഷെ പിന്നീട് ശാലിനി ശക്തമായിട്ട് തന്നെ പ്രതികരിച്ചു. പിന്നെ അവന് നല്ല താക്കീതും നൽകി. പക്ഷെ അമ്മ അതൊന്നും കാണാൻ അമ്മ ഉണ്ടായിരുന്നില്ല. അമ്മ ഇപ്പോഴേക്ക് പോയി കഴിഞ്ഞു. പിന്നെ എന്താ ചെയ്യാ? അച്ഛാ, ഇതാണ് അവിടെ നടന്നേ. ഞാൻ ഇപ്പോഴും പറയുന്നു, നല്ല ഉറപ്പായിട്ട് പറയുന്നു, ഇത് ശാലിനിയെ മനഃപൂർവ്വം തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ട് ആ ADM ഒരുക്കിയ വലിയൊരു കെണിയാ. അതിൽ അമ്മ ബലിയാടായി പോയതാ. അച്ഛ, എന്നെ ഒന്ന് വിശ്വസിക്കേ. ഞാൻ നിങ്ങളുടെ രണ്ടുപേരും മുന്നിൽ കള്ളം പറയില്ല. അതിന്റെ ആവശ്യമില്ല. ഭാമേ, ഇവൻ പറഞ്ഞാട്ടല്ലോ, ഇത്രേ ഉള്ളു കാര്യം. നീ ചുമ്മാ ആവശ്യമില്ലാതൊക്കെ തലയിലോട്ട് വലിച്ചു കയറ്റാതെ. മോനെ, നീ ഒന്നും കാര്യാക്കണ്ട. അവക്ക് കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ട്. പക്ഷേ സമ്മതിച്ചാലുള്ള മടിയാ കേട്ടോ.